സ്ഥാനത്ത് പാറുമായിരുന്നെങ്കിൽ അവള് മറ്റൊരാളുടെ കൈ പിടിച്ച് നാട് മുഴുവൻ കറങ്ങി നടന്ന സാർ ഇങ്ങനെയായിരിക്കും പ്രതികരിക്കുക. സ്നേഹത്തിന്റെ കാര്യത്തില് സ്ത്രീകൾ പുരുഷന്മാരെക്കാളും ഒന്നല്ല 1000 തവണ ആലോചിക്കും. അതിനുശേഷം മാത്രമേ അവൾ ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് എത്തുള്ളൂ. അങ്ങനെ ഒരു അവസരത്തില് പുരുഷനെ വിട്ടുകളഞ്ഞ ആ സമൂഹത്തില് സ്ത്രീക്കായിരിക്കും ചീത്തപ്പേര്. ഒരു പെണ്ണും അവളെ സ്നേഹിക്കുന്ന ആളെ മനഃപൂർവ്വം ഒഴിവാക്കി നിർത്തില്ല. സാഹചര്യങ്ങൾ അവളെ അങ്ങനെ ചെയ്യിക്കുന്നത്. ഇത്രയൊക്കെ ആയിട്ടും നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഞങ്ങൾക്ക് നിങ്ങളോട് ദേഷ്യം മാത്രമേ ഉള്ളൂ. ഞാനാണെങ്കിലും ശരി, പാറുവാണെങ്കിലും ശരി, വേറെ ഒരു രീതിയിലും ആലോചിച്ചിട്ടില്ല. ഇനി പറയും ഞങ്ങളല്ലേ ഗ്രേറ്റ്? ഞങ്ങളെ പോലുള്ള ഇന്നസെന്റ് ആയിട്ടുള്ള പെൺകുട്ടികളെ വിഷമിപ്പിക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സ് വന്നേ? അമൂല്യ, നിന്റെ മനസ്സിലെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. വേദാന്ത നിന്നെ ഫേസ് ചെയ്യാൻ കഴിയാതെ ചെയ്ത തെറ്റുകൾ മനസ്സിലാക്കി വേദനിക്കുന്നുണ്ട്. അതുകൊണ്ടാ അവന് പകരം ക്ഷമ ചോദിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. പ്ലീസ്, ഈ ഒരു തവണത്തേക്ക് നിന്റെ മനസ്സിലുള്ള എല്ലാം കളഞ്ഞിട്ട് വേദാന്തിനോട് ക്ഷമിക്കണം. മാത്രമല്ല, പെൺകുട്ടികളെ കൊണ്ടുവന്ന് ഡ്രാമ കളിക്കാനുള്ള ബാഡ് ഐഡിയ എന്റേതായിരുന്നു. ഇതിൽ വേദാന്തിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ചക്കിക്കൊത്ത ശങ്കരനെ കേട്ടിട്ടേ ഉള്ളൂ. നിങ്ങൾ കാണിച്ചതൊക്കെ കണ്ടിട്ട് ഞാൻ ഒരിക്കലും അവനോട് ക്ഷമിക്കാൻ പോകുന്നില്ല. അമൂല്യ, പ്ലീസ് അങ്ങനെ പറയരുത്. ഒരു തവണത്തേക്ക് ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീയും വേദാന്തും എത്ര സ്നേഹമുള്ള ജോഡികളാണെന്നറിയോ? നീയും അവനും ഒരുമിച്ച് കൈപിടിച്ച് നടന്നു വന്ന ഈ പ്രകൃതി പോലും നാണം കൊണ്ട് തല കുനിക്കും. നിങ്ങളുടെ ജോഡി ശരിക്കും അങ്ങനെ തന്നെയാ സർ. ഇതുപോലെ തന്നെ പാറും സാറും ഒന്നിച്ചു നിൽക്കുന്ന ഒന്ന് ആലോചിച്ച് നോക്ക്. കണ്ണും കണ്ണും തമ്മിൽ നോക്കിയിരുന്നാല് നെഞ്ചിനകത്തൊരു ബമ്പം, ഈ കാതിനകത്തൊരിരമ്പം, പിന്നെ ചൊല്ലാൻ കഴിയാത്തൊരിമ്പം. അഞ്ചമ്പനി പോലെ നമ്മളിലെത്തല സംഗതിയാണിതെന്തമ്മോ, വരും നേരം അറിഞ്ഞൂടിന്തമ്മോ, വന്നപ്പോവാനും പാടാനിന്തമ്മോ. കൊടുത്തി പെടച്ചില തിരിക്കത്തല പൊഴിയല മഴച്ചാട്ടല ഉലകം മുഴുവനും കുട്ടി തെയ്യം പാട്ട് പോലെ നീ എന്ന തീയില് പാറി പറന്ന് തിങ്ങാനി, മെയ്യാകെ കരിഞ്ഞാറും പൊന്നി ഉള്ളാകെ പറക്കുന്നു തേനേ. ഇഷ്ടം മറ്റൊരു കാന്തം പോലെ ചുറ്റി വലിക്കുന്നേ, കണ്ണിമ പൂട്ടാതെന്തും മുന്നിലിരുന്നിടാമേ, ജന്മം തരതാരിൽ ചമ്പകഭൂമിതനായി കൊടുത്ത് പെടച്ചില ഇത് കത്തല ഉയരുകി പൊഴിയല മഴച്ചാട്ടല പെയ്യല നിന്നിലോ നിരന്നിരാ എന്റെ പുലക
ഉലകം മുഴുവനും കുട്ടി കുട്ടി ഉള്ളം ഞാനൊരു മമ്മയാ കുട്ടി നിന്റെ ഉള്ളം ഞാനൊരു മമ്മയാ. അപ്പോ നിങ്ങൾ രണ്ടാളും ഞങ്ങളോട് ക്ഷമിച്ചു എന്നല്ലേ അർത്ഥം? എന്താടാ ഇത് വേദാന്ത്? മൗനം സമ്മതമെന്നാണല്ലോ. മൗന സമ്മതമൊക്കെ തന്നെയാണ്. പക്ഷെ ഇവരുടെ മൗനത്തിന്റെ അർത്ഥം എന്താന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. എക്സാക്ട്ലി, എനിക്കത് തന്നെ കൺഫ്യൂഷൻ. എന്റെ പെണ്ണ് ഇത്രയും പ്രശ്നങ്ങളുണ്ടാക്കി വഴക്കായ സ്ഥിതിക്ക് അത്ര പെട്ടെന്ന് കോംപ്രമൈസ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. ഓക്കെ ഓർ നോട്ട് ഓക്കെ, എന്താണെങ്കിലും അത് മുഖത്ത് നോക്കി സംസാരിച്ച് കൺഫേം ചെയ്യാം. വായാടി അവള്. പക്ഷെ നിന്റെ പെണ്ണ് വെറും മിണ്ടാപ്പൂച്ചയാതി. പാർവതി ഏതായാലും കോംപ്രമൈസ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നത്. ഇല്ല വേദാന്ത്, അവളുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം കാര്യങ്ങൾ ഇപ്പോഴും റെഡ് സിഗ്നലിലാണെന്ന്. സിദ്ധാർത്ഥ് സാർ, മഴയോ വെയിലോ തണുപ്പോ ഒന്നും നോക്കാതെ എന്ത് ജോലിയും ചെയ്യുന്നവനാ ഞാൻ. അതിന്റെ പേരില് ഇത്രയും മഴ പെയ്യുന്ന സമയത്ത് ഈ ജോലിയൊക്കെ ചെയ്താൽ ഇതിന്നൊരു കറണ്ട് അടിച്ച് ഞാൻ ചത്തുപോയാൽ, അങ്ങനെ ഞാൻ ഷോക്ക് അടിച്ച് ചത്തുപോയാൽ എന്റെ മീനുവിന്റെ ജീവിതം എന്താകുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇതിനൊന്നും ഒരു കുറവില്ലല്ലോ. എന്റെ മീന് മെസ്സേജ് അയച്ചെന്നാ തോന്നുന്നേ. കുറച്ചു നാളായി കണ്ടിട്ടില്ല. മെസ്സേജിന് റിപ്ലൈയും കൂടെ കൊടുത്തില്ലെങ്കിൽ പാവം വിഷമിക്കും. സുമേഷേ, താൻ എന്തിനാടോ എപ്പോഴും ഇങ്ങനെ ഓവർ ആക്ട് ചെയ്ത് നശിപ്പിക്കുന്നത്? എന്തൊക്കെ ജോലിയുണ്ട്, ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കണമെന്നാണോ? ഇത് പേഴ്സണൽ ആണ് സിദ്ധാർത്ഥ് സാർ. ഇടയ്ക്കിടയ്ക്ക് എന്റെ മെസ്സേജിന്റെ നോട്ടിഫിക്കേഷൻ മീനുവിന് കിട്ടിയില്ലെങ്കിലേ എനിക്ക് അവളോട് സ്നേഹമില്ലെന്ന് വിചാരിക്കും. അവൾ എന്നെ തെറ്റിദ്ധരിക്കും. കാര്യങ്ങൾ എന്താവുന്നുള്ള ടെൻഷനില്ല ഞാനിവിടെ. തനിക്ക് ഇതാണോ വലിയ കാര്യം? ആ ഫോണ് തല്ലി പൊട്ടിച്ചാലേ നീ ശരിക്കും പഠിക്കും. എന്റെ പൊന്നു സാറേ, എത്ര ദേഷ്യം വന്നാലും ശരി അങ്ങനെ ഒരു കാര്യം മാത്രം ചെയ്യരുത്. അതിൽ എന്റെ മീൻ ഒഴിച്ച് ഒരു 100,000 മെസ്സേജസ് ഉണ്ട്. ഞാൻ ടെൻഷൻ വരുമ്പോഴൊക്കെ അതെടുത്ത് ഇങ്ങനെ മാറ്റി മാറ്റി വായിക്കും. അങ്ങനെ എൻജോയ് ചെയ്യാറുണ്ട്. എടോ, താൻ ഇങ്ങനെയൊക്കെ ഫോണിൽ സംസാരിച്ചോണ്ടിരുന്നാലേ മുന്നോട്ട് പോകുമ്പോ ഒരുപാട് പ്രശ്നം ഉണ്ടാവും. ഓർത്തോ, ഫോൺ എമർജൻസിക്കുള്ളതാ. ഫുൾ ടൈം നോക്കിയിരിക്കണ്ട. എനിക്കിവിടെ എല്ലാം പോകും സാർ. എന്റെ ലൈൻ ഓൾറെഡി ക്ലിയറാ. സീനിയറിന്റെ കല്യാണം കഴിഞ്ഞ് എന്റെ കല്യാണം നടക്കട്ടെ എന്ന് കരുതി ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്ത് നിൽക്കല്ലേ. ബോസിന്റെ കല്യാണം കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ എന്റെ മീനുവിനെ വിളിച്ചോണ്ട് വന്ന് കെട്ടിമേളത്തോട് താലി കെട്ടും. പാവം മീനു, അവള് കഴിഞ്ഞ ജന്മത്തിൽ എന്താണോ ചെയ്തത്? ആ പെണ്ണങ്ങാനും നിന്നെ കല്യാണം കഴിച്ചാലുണ്ടല്ലോ, അന്യായിട്ട് ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിക്കും. അതുറപ്പാ. എന്തിനാ നോക്കി പേടിപ്പിക്കുന്നത്? സ്വിച്ച് ഓൺ ആക്കിട്ടെ ഷോക്ക് അടിപ്പിച്ച് കൊല്ലി ഞാൻ നിന്നെ.
ആദി, ഈ ബലൂൺ പണി നമുക്കാ? വേറെ ഒരു വഴിയില്ല, ചെയ്തേ പറ്റൂ, വേറെ ഓപ്ഷൻ ഇല്ല. കാര്യങ്ങൾ എവിടെ എത്തിയിട്ടില്ല. നമുക്കാണെങ്കിൽ ഒരുപാട് ജോലിയുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നോക്ക്, നമ്മുടെ സീനിയേഴ്സ് ഇവിടെ കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്യുമ്പോ അവിടെ ജൂനിയേഴ്സ് ചിരിച്ചു കളിച്ച് സന്തോഷത്തോടെ നടക്കുന്നു. എൻജോയ് ചെയ്യുന്ന കണ്ടില്ലേ? ആദി, അവന്മാർക്കിട്ടൊരു പണി കൊടുക്കാം, നീ വാ. അല്ല, എന്റെ മക്കൾ കളിച്ചോണ്ട് നടക്കല്ലേ? ഇത് പിടി. എന്തിത്? ഈ ബലൂണുകളെല്ലാം വീർപ്പിച്ച് നല്ല സ്ഥലങ്ങളിലെല്ലാം ഡെക്കറേറ്റ് ചെയ്യണം. അതെ ബ്രോ, വേദാന്ത് ബ്രോ, ഇതൊക്കെ ഞങ്ങൾ വീർപ്പിക്കണമെന്നോ? സീരിയസ്ലി? ഓഫ് കോഴ്സ്, നിങ്ങൾ വീർപ്പിച്ചേ പറ്റൂ. നിങ്ങളുടെ ബർത്ത്ഡേക്ക് നിങ്ങളല്ലാതെ വേറെ ആര് വരാനാ ചെയ്യാ? നിങ്ങളിങ്ങനെ ആദ്യമായിട്ടാ ഞങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അല്ല പ്രീതു, നമ്മുടെ ബർത്ത്ഡേ നമ്മൾ തന്നെ സെലിബ്രേറ്റ് ചെയ്യണമെന്നാ പറയുന്നത്. ഉള്ള സമാധാനം കളയാൻ നോക്ക്. സ്നേഹമുള്ള ചേട്ടന്മാര്. സംസാരിച്ച് സമയം കളയണ്ട, വേഗം ജോലി ചെയ്യാൻ നോക്ക്. വേദാന്ത്, ഗുഡ് ബോയ്. തുടങ്ങിയാലോ? എനിക്കിതിലുള്ള പരിചയമില്ല. വാ, എന്നാ നമുക്ക് ഊതി പഠിക്കാം. കഴുതക്കുട്ടി, ഐ എം റിയലി സോറി. ഞാൻ കുറച്ച് റൂഡായിട്ട് നിന്നോട് പെരുമാറിയില്ലേ? ഹലോ, ഇനി നിന്റെ ചരിത്രം കേൾക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. അതിന് നമ്മൾ തമ്മിൽ എന്താ ബന്ധം? ഇനി നീ എന്റെ ആണെന്നൊന്നും പറയാൻ നിൽക്കണ്ട. അതിനുള്ള അർഹതയും നിനക്കില്ല. പൊയ്ക്കും, അനന്യാണല്ലോ നിനക്കിപ്പോ വലുത്. അവളുടെ സാരിത്തുമ്പോ പിടിച്ചു പോയി നടക്കാൻ നോക്ക്. ആരെങ്കിലും പറഞ്ഞോ വേണ്ടാന്ന്? അമൂല്യ പ്ലീസ്, അതൊന്നും സത്യമല്ല, ഡ്രാമയായിരുന്നു. ഞാൻ പറയുന്നത് നീ കേക്ക്. തൊട്ടുപോരു തന്നെ. എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്തേ? അല്ല, ഒരു തവണയെങ്കിലും ആലോചിച്ചിട്ടാണോ നീ ചെയ്തേ? നിന്റെ മനസ്സിൽ എപ്പോഴും ഇതുപോലെ ദുഷിച്ച ഐഡിയകളെ വരാറുള്ളൂ. വിശ്വാസമില്ലാത്ത പ്രണയത്തിന് എന്ത് ഗ്യാരണ്ടിയാ ഉള്ളത്? ജീവിതത്തിൽ ഒരു തവണയെ കമ്മിറ്റഡ് ആവാൻ പാടുള്ളൂ. ഹൃദയം എന്ന് പറയുന്നത് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. ഒരാൾക്ക് എൻട്രി ചെയ്യാനേ ഒരുപാട് പെർമിഷൻസിന്റെ ആവശ്യമുണ്ട്. കണ്ണി കാണുന്നവരെയൊക്കെ ഈസി ആയിട്ട് അതിന്റെ അകത്തേക്ക് കയറ്റിയിരുത്താൻ പറ്റില്ല. നിന്നെ ഞാൻ എന്റെ ഹേർട്ടിൽ എൻട്രി ചെയ്ത് സീൽ ചെയ്ത് വെച്ചിരിക്കായിരുന്നു. പക്ഷെ നീയോ 4 പേര് എന്തൊക്കെയോ പറയുന്ന കേട്ട് അവിടുന്ന് നീ ഒന്നും പറയാതെ ഇറങ്ങിപ്പോയില്ലേ? ഐ എം റിയലി സോറി അമൂല്യ. എനിക്കറിയാതെ പറ്റിയൊരു തെറ്റായിരുന്നു അത്. ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചു അല്ലേ? ദയവേത് എന്റെ കഴുതക്കുട്ടി എന്നോട് ക്ഷമിക്കണം. കയ്യിന്ന് വിട്ടെ. ഇനി നീ എങ്ങാനും എന്നെ തൊട്ടാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. ഞാനൊരു സൈക്കോയാ. ദേഷ്യം വന്ന എനിക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് അറിഞ്ഞിട്ടും വീണ്ടും എന്നെ കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യാൻ വരില്ലേ? നിനക്ക് എന്നോടുള്ള പ്രണയം എത്രയുണ്ടെന്ന് എനിക്ക് മനസ്സിലായല്ലോ. ഇങ്ങനെയല്ലേ നീ എന്നെ ഇത്രയും കാലം പ്രണയിച്ചത്? ഞാൻ ദേഷ്യത്തിൽ ഒരു ചലഞ്ച് വെച്ചപ്പോ നീ വേറൊരു പെണ്ണിനെ കൊണ്ടുവന്നല്ലേ? നിനക്ക് എങ്ങനെ ഇതിനൊക്കെ മനസ്സ് വന്നേ? നിന്നെ കാണുന്നതിന് മുമ്പ് ഞാൻ ഒരു പയ്യനുമായിട്ട് ഒരു ബന്ധത്തിന് പോയിട്ടില്ല. അപ്പൊ നീ ആയിട്ട് റിലേഷനിലായപ്പോ പറയേണ്ട കാര്യമുണ്ടോ? മൊബൈലിലാണെങ്കിലും ടിവിയിലാണെങ്കിലും മാഗസിനിലാണെങ്കിലും ഒരാളുടെ മുഖത്ത് പോലും നോക്കിയിട്ടില്ല. പക്ഷെ നീയോ കോഫി കുടിക്കുന്നു, തോളില് കൈയിടുന്നു. കുറച്ചു കഴിഞ്ഞിരുന്നേക്ക് കിസ് കൊടുക്കണ കാണേണ്ടി വന്നേനെ. ശരിയാ, ഞങ്ങള് പെൺകുട്ടികളെ പൊസസീവാ. ഞങ്ങള് പ്രണയിക്കുന്ന ഒരാള് മറ്റൊരു പെണ്ണിന് കയ്യും കൊടുത്ത് ക്ലോസ് ആയിരിക്കുന്നത് കണ്ടിരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. ആ സത്യം ഈ ലോകത്ത് എല്ലാവർക്കും അറിയാം. ആ വീക്ക്നെസ് അറിഞ്ഞു വെച്ചിട്ട് പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. വെറുതെ ഒരു പെണ്ണിന്റെ പേര് ഞങ്ങളുടെ മുമ്പിൽ വെച്ചൊന്ന് പറഞ്ഞാൽ മതി. ടോപ്പ് ടു ബോട്ട് ഞങ്ങൾ ഭദ്രകാളിയാവും. എന്നിട്ട് നിങ്ങൾ കിട്ടിയ ഒരു ചാൻസിൽ മറ്റൊരു പെണ്ണിനെ ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നു.
എന്താ കൈ മാറ്റ്. ഇല്ല. പറയുന്നത് കേക്ക്. കൈയെടുക്ക്, ഇല്ലെങ്കിൽ ഉണ്ടല്ലോ. നീ എന്ത് വേണമെങ്കിലും ചെയ്തോ. എന്റെ കഴുതക്കുട്ടിയുടെ ഭാഷയിൽ പറഞ്ഞ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചത് തീരുമാനിച്ചതാ. ഒരിക്കലൊരു കൈ പിടിച്ചാ പിന്നെ യാതൊരു കാരണവശാലും അത് വിടില്ല. ആ നാടകം നിന്നെ ഒരുപാട് വിഷമിപ്പിച്ചു അല്ലേ? ഞാൻ നിന്നെ പിടിച്ചിരിക്കുന്ന ഈ കൈ എന്റെ മരണം വരെ നിന്നെ പ്രൊട്ടക്ട് ചെയ്യും. എന്തുകൊണ്ടാണെന്നറിയോ? ചില കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. എനിക്ക് നിന്നോടുള്ള ഇഷ്ടം എത്രയാന്ന് പറയാനും എനിക്കറിയില്ല. ചില നേരം നമ്മുടെ സൈലൻസാ സംസാരിക്കുക. നീ മനസ്സ് തുറന്നൊന്ന് ചിന്തിച്ചു നോക്ക്. നിനക്ക് ഞാനില്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഞാൻ എത്ര നിന്നോട് വഴക്കിട്ടാലും നിന്നെ മാത്രം മതി എനിക്ക്. സാറിപ്പോ ഇങ്ങനെയൊക്കെ ചെയ്തതിന് കാരണക്കാരി ഞാൻ തന്നെയാണോ? ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. അപ്പൊ ആലോചിച്ച തെറ്റെന്റെ ഭാഗത്താണോ? ഞാൻ ചെയ്തത് ശരിയാണോ? ശരി, തെറ്റ്. ശരി, തെറ്റ്. ശരി. എങ്ങനെയൊക്കെ ചിന്തിച്ചാലും നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല പാർവതി. ഈ പൂവിന്റെ സുഗന്ധം എത്രത്തോളം പവിത്രമാണോ അതുപോലെയാണ് നിനക്ക് എന്നോടുള്ള സ്നേഹം. നീ ഒരു തെറ്റും ചെയ്തിട്ടുമില്ല, ഇനി ചെയ്യുകയില്ല. തെറ്റ് മുഴുവൻ എന്റെ ഭാഗത്ത് തന്നെയാ. സാറിനെ ദേഷ്യം പിടിപ്പിക്കുന്ന പോലെ സംസാരിച്ചു എന്നുള്ള ഒരേ ഒരു കാരണം കൊണ്ടല്ലേ എന്നെ സാർ ഇത്രയധികം വേദനിപ്പിച്ചത്. ഒരുപക്ഷെ ഞാൻ സാറിനെ പോലെ മറ്റൊരു ചെക്കന്റെ കൈയും പിടിച്ച് നടന്നിരുന്നെങ്കിൽ അത് സാറിന് സഹിക്കാൻ പറ്റുമായിരുന്നു. പ്രണയത്തിലായിരിക്കുമ്പോ ദേഷ്യവും വഴക്കും ഒക്കെ ഉണ്ടാവുന്നത് സാധാരണമല്ലേ? പക്ഷെ അതൊരു വലിയ തെറ്റാണെന്ന് പറയുന്നത് വലിയൊരു പ്രശ്നം തന്നെയാ സർ. ഇപ്പൊ സാറ് ചെയ്തതും അത് തന്നെയാണ്. സാറിന് തോന്നുമ്പോ സാറിനോട് സ്നേഹം കാണിക്കും, സാറിന് ഇഷ്ടത്തിന് ഞാൻ പെരുമാറണം, സാറ് പറയുന്നതെല്ലാം ഞാൻ അനുസരിക്കുകയും വേണം. പക്ഷെ എനിക്ക് സാറിനോട് തിരിച്ചൊന്നും പറയാൻ പാടില്ല. അതല്ല സാറും ആഗ്രഹിക്കുന്നത്. സാറ് മാത്രമാണോ ഇങ്ങനെ? അതോ പ്രണയിക്കുന്ന ആൺകുട്ടികളെല്ലാം ഇങ്ങനെ തന്നെയാണോ? സാറിന് ഞാൻ എന്റെ മനസ്സിൽ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് സാറിനോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് പോലും എനിക്കറിയില്ല. സാറിനും അങ്ങനെ തന്നെയായിരിക്കും. എന്റെ കണ്ണുകളെയല്ലേ സാർ ആദ്യം പ്രണയിച്ചത്? അത് എന്റെ കണ്ണുകളായിരുന്നു എന്നുള്ള സത്യം സാറിന് അറിയുമായിരുന്നില്ലല്ലോ. എന്നിട്ടും
എന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ അതിന് ഞാൻ എത്രമാത്രം അനുഭവിച്ചിട്ടുണ്ടെന്ന് ഒരു തവണയെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? പ്രണയം ആകാശത്തോളം സുന്ദരമായിരിക്കണം, എന്നാലേ അത് പവിത്രമായിരിക്കും. അത്രമാത്രം പവിത്രമായൊരു പ്രണയത്തെ ഒരു വിലയില്ലാത്തതായി കാണരുത്. ശരിക്കും ഈ സാറ് തന്നെയാണോ എന്നെ പ്രണയിച്ചിരുന്നത്? സാറിനെ തന്നെയാണോ ഞാൻ ഇത്രയും നാളും പ്രണയിച്ചിരുന്നതെന്ന് സംശയിച്ചു പോയി. പാർവതി പ്ലീസ്, ഞാനതൊക്കെ വെറുതെ തമാശ കളിച്ചതാ. അതൊക്കെ ഇത്ര സീരിയസ് ആയി മാറുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. ഞാൻ ചെയ്ത തെറ്റ് തന്നെയാണ്. പക്ഷെ നിന്നെ ഉപേക്ഷിക്കണമെന്നോ മാത്രമല്ല നിന്നിൽ നിന്ന് ഒരിക്കലും അകലണമെന്നോ ഞാൻ ആഗ്രഹിച്ചിട്ടേ ഇല്ല.